ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മേ വാപ്പസാവുങ്ക എന്ന സിനിമയെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ജൂൺ 5-നാണ് പടം ഇറങ്ങിയത്. ജൂൺ 12-ന് പടം ഇറങ്ങിയിട്ട് ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ വലിയ കളക്ഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പടം 100 കോടിക്കടുത്ത് എത്തിയിരിക്കുകയാണ്. മൗത്ത് വാച്ച് ആൻഡ് ഇൻസ്റ്റയിൽ റീൽസിലൂടെയൊക്കെ കണ്ടിരുന്നു. നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാവും ഒരു റീല്, നസറുദ്ദീൻ ഷാൻ്റെ ഒക്കെ റീല്. അതൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടാണ് ആളുകൾ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അതേപോലെ പടവും കൊള്ളാം. ഇംതിയാസ് അലി നിങ്ങൾക്ക് അറിയാം, ഡയറക്ടർ. റോക്ക് സ്റ്റാർ, ഹൈവേ, തമാശ, ജബ് വി മെറ്റ്, 2007 ഇറങ്ങിയ ലോ ആജ്കൽ, അതേപോലെ കോക്ടെയിലിൻ്റെ റൈറ്ററാണ്. അതേപോലെ ഇംതിയാസ് അലിൻ്റെ മറ്റൊരിതാണ് ലൈല മജ്നുവിൻ്റെ റൈറ്ററും കൂടിയാണ്. അങ്ങനെ ലാസ്റ്റ് ഇറങ്ങിയ നെറ്റ്ഫ്ലിക്സ് ഇറങ്ങിയ ചംകിയിൽ അതും കൂടി ഇട്ടായിരുന്നു. അപ്പം ഈ പടം ഒരു ലവ് സ്റ്റോറിയാണ്. പാർട്ടീഷൻ്റെ സമയത്തുള്ള ഒരു ലവ് സ്റ്റോറി. പല ബോളിവുഡ് ഡയറക്ടറും പറയാൻ മടിക്കുന്ന കാര്യം തുറന്നടിച്ചു ഇംതിയാസ് അലി. ദുരന്തർ, കേരള സ്റ്റോറി, അതേപോലെ കാശ്മീർ ഫയൽസൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇതുപോലൊരു പടം ഇറക്കണമെങ്കിൽ കുറച്ച് നട്ടലുമാണ്. അതും ഇംതിയാസ് അലി പോയ പോപ്പുലറായ ഒരാൾ എടുക്കുമ്പോൾ അത് കുറേ ആളുകൾ ഏറ്റെടുക്കാനും എത്താനും ഉള്ള സാധ്യത കൂടുതലാണ്. ആഡ്സ് ഓഫ് വർക്ക്. അതേപോലെ നസറുദ്ദീൻ ഷാ ഇതിൽ 100 വയസ്സുള്ള ഒരു ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നു. പുള്ളിയുടെ ആക്ടിങ് ഒരു രക്ഷയില്ല. പുള്ളിക്ക് 100 വയസ്സായോ എന്ന് വരെ തോന്നിപ്പോവും. പലരും നിലപാടുകൾ മാറ്റാം. ഇത് അക്ഷയ് കുമാർ ആയാലും കുറേ പേർക്ക് BJP-യിലേക്ക് പോയി. പക്ഷേ ഒരിക്കലും BJP-യിലേക്ക് പോവില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു ആക്ടറാണ് നസറുദ്ദീൻ ഷാ. പുള്ളി എന്നും BJP ഒഫൻഡ് ചെയ്യുന്ന ഒരാളാണ്. അതേപോലെ തന്നെ പ്രകാശ് രാജൊക്കെ. പടത്തിലെ യങ്ങായിട്ട് അഭിനയിച്ച ക്യാരക്ടർ അത് ജിഗ്ര എന്ന് പറഞ്ഞ അലിയുടെ പടത്തിലുണ്ടായിരുന്നു. പുള്ളി നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഷവാനി അതിൻ്റെ പെണ്ണിൻ്റെ പേരും അറിയിക്കാറില്ല, നല്ല പെർഫോമൻസ് ആയിരുന്നു. അവരുണ്ടാവുള്ളൂ. ഓൾഡ് പോർഷൻസ്, സോങ്സ് എല്ലാം നൈസായിരുന്നു. പടത്തിലെ സെറ്റൊക്കെ നൈസായിരുന്നു. പണ്ടത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ വലിയ ബഡ്ജറ്റുള്ള സിനിമയിലൊക്കെ നമുക്ക് ഈ പണ്ടത്തെ കാലത്തൊക്കെ സെറ്റായിട്ട് അവരെടുക്കും. പക്ഷേ ഈ പടം ഇവർ നല്ല ബഡ്ജറ്റ് കൂടുതലൊന്നും കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് നല്ലൊരു ബഡ്ജറ്റ് മുടക്കിയ പോലെയാണ് എനിക്ക് തോന്നിയത്. അത് അഭിനന്ദനം അറിയിക്കുന്നതാണ്.